ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. ഇന്ന് അടുക്കളയിൽ നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ നെയ്ബറായിട്ട് ആണ് കേട്ടോ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഓപ്പോസിറ്റുള്ള വീട്ടിൽ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ട് കാണും. പിന്നെ ആൻറ്റിയുടെ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ പെട്ടെന്ന് ഇത് ഉണ്ടാക്കണം. ആൻറ്റിക്ക് പ്രയറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകണം. അതിന് മുന്നേ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 6 കിലോ 100 രൂപയായിട്ട് തക്കാളി കിട്ടി. അപ്പം ഞങ്ങൾ ഷെയറിട്ട് തക്കാളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തക്കാളി വെച്ചിട്ട് നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ നാളൊക്കെ ഇങ്ങനെ കേടാവാതെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ആൻറ്റി തക്കാളി കഴുകി, ഇതിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് കഴുകിയിട്ട് തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും പെട്ടെന്ന് സഹായിക്കട്ടെ, എന്നിട്ട് നമുക്ക് റെസിപ്പി കാണാം. ആൻറ്റിക്ക് ഭയങ്കര നാണാണ് കേട്ടോ ഇതാണ് ചിരിക്കുന്നത്. ഞാൻ ടിഷ്യൂല് കളിക്കാം. ചൂടാക്കണം. ജീരകം, ഉലുവ, കടുക്, കായം. ജീരകം, ഉലുവ, കടുക്, കായം. പേരൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം. തക്കാളി ചമ്മന്തിന്നോ തക്കാളി അച്ചാറെന്നോ എന്ത് വേണമെങ്കിൽ ഇടാം. ഇത് ചപ്പാത്തി, പിന്നെന്താ ചോറ്, ദോശ, അപ്പം, ഇഡ്ലിക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. പുറത്ത് വെച്ച് ആന്റി പുറത്ത് ഹലോ, എവിടെയായിരുന്നു? അപ്പൊ ശബ്ദമൊന്നും കേട്ടില്ല. കത്തി അല്ലെ പഴയ കത്തിക്ക് മൂർച്ച, പഴയതിന് ഇച്ചിരി മൂർച്ച കാണും, പുതിയതിന് ഒരു മൂർച്ച കാണും. ഇവിടെയോ? എത്ര വേഗം ഷാർപ്പാവുന്ന. നല്ല തക്കാളിയാ. പുളി ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല അല്ലേ? പുളി വേണം. പുളി വേണം. പുളി ഇടണോ? ഓ പുളി ഇടണം. കറക്റ്റ്. വെള്ളത്തിലാക്കി വെക്കണ? വേണ്ട. ഓ അമ്മമ്മ ഇത്ര ചെറുതാക്കിയാ? ശരാ, ഞാനിങ്ങനെ നീളത്തിലാക്കി. ഒടിഞ്ഞിട്ട് പിന്നെ തിരിച്ച് മിക്സ്. ഞാൻ ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അമ്മയുടെ സ്ഥാനമാണ് കൊടുക്കാൻ ഇഷ്ടം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ മക്കൾ അമ്മമ്മ എന്നാണ് ആൻറ്റീനെ വിളിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ അവരെ എടുത്തു കൊണ്ടുപോകാനും നോക്കാനും ഒക്കെ ആൻറ്റിയും ആൻറ്റിയുടെ ഹസ്ബൻഡ് അങ്കിളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ മനസ്സിലത് വലിയ കാര്യമാണ്. കാരണം എനിക്ക് വേറെ ആരുടെയും സഹായം കിട്ടിയിട്ടില്ല. അപ്പം അത് കാരണം കൊണ്ട് അവർക്കൊരു പ്രത്യേക സ്ഥാനം എൻ്റെ മനസ്സിൽ എന്നും എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ആൻറ്റി എപ്പോഴും നമ്മുടെ ഒരു അമ്മേനെ പോലെ നമ്മുടെ അടുത്ത് പെരുമാറുള്ളൂ കേട്ടോ. ചീനച്ചട്ടി ഇതില് മതിയോ? അടി പിടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തീർത്ത്. ഇത് എണ്ണയാ? ഓ ഓക്കെ. എത്ര കത്തി ഉണ്ടെന്ന് അറിയോ? പക്ഷെ ഒന്നും ഇതെടുക്കണ്ട അല്ലേ? അതാ എലിക്ക് വെച്ച് കൊടുക്കാം. എനിക്കിങ്ങനെ അടുക്കളയിൽ എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാ കാര്യം ഇങ്ങനെ ചോദിച്ചിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ. അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ടായിരിക്കും. ആൻറ്റി കുക്ക് ചെയ്യാനൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്ത് സാധനം വീട്ടിൽ ആൻറ്റി ഉണ്ടാക്കിയാലും എനിക്കൊരു പാർട്ട് എനിക്ക് കൊണ്ടു തരും. ഞാനും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓടി ചെന്ന് ആൻറ്റിക്ക് കൊടുക്കും, അല്ലെങ്കിൽ രുചിയുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും. അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഒരു പാത്രത്തിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് ഇങ്ങനെ ചൂടാക്കി പൊടിച്ചെടുക്കണം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ചേർക്കുന്നത് ജീരകമാണ്. 2 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. എല്ലാ ഐറ്റംസും സെപ്പറേറ്റ് ആണ് ചൂടാക്കുന്നത് കേട്ടോ. ഉലുവ കുറച്ച് കുറച്ച് കുറവ് വേണ്ട അല്ലേ? കനപ്പ് വരല്ലേ? പറഞ്ഞോ പറ. സ്ലൈറ്റ്ലി ഇങ്ങനെ കളർ ചേഞ്ച് ആവണം അല്ലേ?
കടുക് 2 സ്പൂൺസ്. 2 സ്പൂൺ കടുക്. എൻ്റെ കയ്യിൽ മാത്രമാണ് മൈക്കുള്ളത് കേട്ടോ. അപ്പോൾ ആൻറ്റി പറയുന്നത് കേട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടാമത് എടുത്ത് പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. കടുക് ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഫിനിഷ് ഫ്രൈ ചെയ്താൽ. ഇനി ചൂടാറി കഴിയുമ്പോൾ നമുക്കത് പൊടിച്ചെടുക്കാം അല്ലേ? ഇത് പൊടിക്കാം. ഇനി നെക്സ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് അടുത്തത് നമ്മള് നല്ലെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയും ഓയിലൊന്നും പറ്റില്ല, നല്ലെണ്ണയല്ലേ. കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 1/2 ലിറ്ററിന്റെ ഒരു കുപ്പിയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായത്. അതായത് പാതി ആന്റി പാതി ഞാൻ. അപ്പൊ ഏകദേശം 1 ഗ്ലാസ് അളവ് വരും അല്ലേ ആന്റി? 1 ഗ്ലാസ് അളവില് എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എത്രയും 1 ഗ്ലാസ്, അതായത് 250 ml ആണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. പപ്പാതി ഞങ്ങൾ എടുത്ത കാരണം കൊണ്ട്. അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നിറയെ വെളുത്തുള്ളി ആഡ് ചെയ്യണം. അപ്പൊ ഒരു 3-4 കുടം വെളുത്തുള്ളി ആഡ് ചെയ്യണം നമുക്ക് കേട്ടോ. അപ്പൊ അത് ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-30 എണ്ണം കാണും അല്ലേ? വേറെന്താ? കറിവേപ്പില അങ്ങനെയുള്ള വേണം. മേലെ പൊടിച്ചോണ്ടല്ലോ. ഇവിടെ ഉണ്ട് കറിവേപ്പില മേലെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങ് വെട്ടി, എന്നിട്ട് പുതിയ ഇത് വരാൻ അതിങ്ങനെ എങ്ങനെ കുടിച്ച് നിൽക്കുമായിരുന്നു. അങ്ങ് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനങ്ങ് കട്ട് ചെയ്തു. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്. ഉണ്ട്. ഇതല്ലേ പൊടിക്കാൻ പറഞ്ഞു? അപ്പൊ ഇത് ഞാൻ പൊടിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഏകദേശം ചൂടാറിയിട്ടുണ്ടായിരുന്നു. ഫൈൻ പൊടിയാക്കണം. അത് പൊടിയാവും വറുത്തതല്ലേ. ആന്റി ഇവിടെ കറിവേപ്പില, പിന്നെ ചുവന്ന മുളക്, അതായത് വറ്റൽ മുളക്, പിന്നെ വെളുത്തുള്ളി, ഇത് 3ആണ് എണ്ണയിലേക്ക് ഇടാനായിട്ട് പോകുന്നത്. പുളിയും കൂടി ആഡ് ചെയ്യണം. അത് വെള്ളത്തിലൊന്നും പിഴിയോ അങ്ങനെയൊന്നും ചെയ്യണ്ട, ഡയറക്റ്റ് ആഡ് ചെയ്യാന്നാണ് പറയുന്നത് കേട്ടോ. തക്കാളി ഉണ്ടോ നന്നായിട്ട് ഉടഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് തക്കാളിയുടെ ഉള്ളിലേക്കാണ് നമ്മൾ പുളി ആഡ് ചെയ്യുന്നത് കേട്ടോ. അത് അതിൻ്റെ എത്ര എടുത്തു? ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലാണ് നമ്മൾ പുളി എടുത്തത്. ഇനിയിപ്പോൾ ആ പുളി അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഇട്ടാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അഥവാ പുളി ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, തക്കാളിയുടെ പുളി ഉണ്ടായിരിക്കും. ഇതേപോലെ പൊടിയാക്കിയിട്ട് എടുക്കണം നമ്മൾ. ഒടയുണ്ട് അപ്പൊ മിക്സിയിലിട്ട് അരക്കുന്നുണ്ട്. ടൊമാറ്റോ ഓഫ് ചെയ്ത് ഇപ്പൊ മിക്സിയിലിടുവാണെങ്കിൽ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇടാം. അതർവൈസ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്താലും ചെയ്യാം. ഞാൻ അരച്ചേരെണ്ണ അതായിരിക്കും എളുപ്പം. അതെ, ഒരൊറ്റ കറക്കം മതി. കായത്തിന്റെ പൗഡർ എത്ര ഇടുന്നുണ്ട്? 1 സ്പൂൺ. 1 സ്പൂൺ. പൊടി ജീരകം, കടുകും ഉലുവയും കൂടി പൊടിച്ച പൊടി. വെളുത്തുള്ളി ലൈറ്റ് ബ്രൗണിഷ്. ഓക്കെ, പൊടി ആഡ് ചെയ്യാം. തീ കുറച്ച് വെച്ചിട്ട് പൊടി ആഡ് ചെയ്ത് കൊടുക്കും. കാശ്മീരി ചില്ലി പൗഡർ. ഇത് കാശ്മീരിയാ? എരിവുള്ള മുളക് പൊടി വേണോ? അപ്പൊ അത് കുറച്ച് വേണമല്ലോ. ഓക്കെ, 2 സ്പൂൺ ഇടാം. 2 സ്പൂൺ കളറിന്. അത് 1 സ്പൂൺ ഇടാം. ഇല്ല 1 സ്പൂൺ. കുറച്ചും കൂടി ഇട്ടു. 2 സ്പൂൺ. അപ്പൊ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. 3 സ്പൂൺ 1 ടേബിൾ സ്പൂൺ. ടൊമാറ്റോ ഗ്രൈൻഡ് ചെയ്തത്.
പൊടികൾ ഇട്ടതിന്റെ പിന്നാലെ തന്നെ ഇടാം. മഞ്ഞൾപ്പൊടി ചേർത്തില്ല അല്ലേ? വേണ്ട അല്ലേ? ആ ബബിൾസ് വരുന്നുണ്ട് നന്നായിട്ട്. കുറച്ച് മാറി നിക്കണം. പരസ്യം എല്ലാ പരസ്യം ഇരുന്ന് പറയും. എത്ര ഇടണം? മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂൺ. ഉപ്പ് പാകത്തിന്. ഇതിപ്പോ ഇനി ജസ്റ്റ് ഇളക്കിക്കൊണ്ട് മേലെ ഓയിൽ വരണം. ഓക്കെ, എണ്ണ തെളിയണ വരെ നമ്മളിങ്ങനെ ഇളക്കണം അല്ലേ? എണ്ണ തെളിഞ്ഞിട്ട് ഒരു 10 minutes നല്ല ഫ്രൈ ചെയ്യണം. ഉപ്പ് വേണം, നല്ല ഗൂഡൗട്ട് ലേശം ലേശം. ആ വെളുത്തുള്ളിയിൽ അങ്ങനെ തന്നെ കിടക്കും അല്ലേ? അല്ല, അത് വെന്ത് വരുമ്പോ നല്ല സ്മാഷ് ചെയ്തിട്ട് കഴിക്കാം. നല്ലത്, ആരോഗ്യത്തിന് നല്ലത്. എല്ലാം കറക്റ്റ് ആയിട്ടില്ലേ? ഈ ഒരു സമയത്ത് നന്നായിട്ട് ബബിൾസ് വരും. അപ്പം മേലേക്കൊക്കെ ആവാണ്ട് സൂക്ഷിക്കണം കേട്ടോ. ഇതൊരു 10-15 മിനിറ്റോളം ഇതുപോലെ തന്നെ നന്നായിട്ട് തിളയ്ക്കണം. എന്നാലാണ് ആ ഒരു രുചിയും ആ ഒരു എണ്ണയൊക്കെ തെളിയാനുള്ള സമയം കൂടിയും കിട്ടുകയുള്ളൂ. എടാ അമ്മമ്മയുടെ അടുത്ത് അമ്മയുണ്ടടാ. സബോള അല്ലാണ്ട് കാരണോണ്ട് ഞാൻ പോയിട്ട് അരച്ചതാ. ഇല്ലെങ്കിൽ അവിടെ അരച്ച സൗണ്ട് വെക്കും. 5:30 മണി കഴിഞ്ഞിട്ട് ഫ്രീ ആണ്. അവരിങ്ങനത്തേക്ക് ഇഷ്ടം. നമ്മളിങ്ങനെ ഉടക്കൂലേ, ചെറിയുള്ളിയും പുളിയും കൂടിയിട്ട് മുളക് കൂടി ഉടച്ചിട്ട് തിന്നില്ലേ വെളിച്ചെണ്ണ വെച്ചിട്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. പച്ചമുളക് ഇട്ട് ചെയ്താലും ഇഷ്ടമാണ്. പക്ഷെ കാന്താരി മുളകൊക്കെ ഉപ്പിലിട്ട് കാന്താരി മുളകൊക്കെ തിന്നും. നല്ല അവനാ ശരിക്കും പപ്പര പോലെയാ. എരുവിന്റെ ആശാന. ഞാൻ ശരത്ത് കമ്മിയാന്ന് വിചാരിച്ചു. ഇപ്പൊ ഇച്ചിരി നമ്മള് കുറച്ചോണ്ട് വന്നേക്കുക. നമ്മള് പിന്നെ ഇപ്പൊ ശ്രദ്ധിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട്. മുന്നേക്ക് നന്നായിട്ട് എരിവ് കഴിക്കായിരുന്നു. ഇവര് പണ്ട് അവിടേക്കല്ലേ പിന്നെ കേട് മറ്റേ ഇലകള് ഒക്കെ തിന്നും. പിന്നെ ഇവരുടെ വീട്ടിലും കോട്ടയത്തും ഭയങ്കര എരിവാ. എല്ലാ കറികൾക്കും എല്ലാവർക്കും എരിവ് വേണം എല്ലാത്തിനും. നമ്മുടെ അവിടെ ഒരു മീഡിയം ഇതിലാ എരിവ വയ്ക്കും. ഒരുപാട് എരിവൊന്നും എന്റെ വീട്ടിലൊന്നും വയ്ക്കില്ല. ഞാൻ വെക്കാൻ തുടങ്ങിയപ്പോ പിന്നെ പിള്ളേരും കഴിക്കണ്ടേ. നമ്മൾ അത്രയും എരിവ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേര് കഴിക്കത്തില്ല. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് കുറഞ്ഞപ്പോ പിന്നെ ചേർത്തേണ്ടത് യൂസ്ഡായി. എനിക്ക് പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ മമ്മിയൊക്കെ ഇങ്ങനെ കറിയൊക്കെ വെക്കുമ്പോ ചിക്കന് മീനൊക്കെ വയ്ക്കുമ്പോ എനിക്ക് ഭയങ്കര മറ്റേ മുളകിട്ട മീൻകറിയില്ലേ, ഞാൻ 1 സ്പൂൺ വയ്ക്കായിരുന്നുള്ളൂ. അത് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിപ്പോ ഉണ്ടാക്കിയിട്ടില്ലേ, ഞാൻ അത് നാളെ എല്ലാം കൂടി ആയ കഴിക്കില്ല. ഇത് പുളിയുണ്ട് എല്ലാം ഉണ്ട്. നല്ല മേലെ നിക്കും. കുറച്ച് സമയം കൂടി എടുത്തായിരിക്കും അല്ലേ? അത് കഴിഞ്ഞാൽ വെറുതെ ഓഫ് ചെയ്താൽ മതി. എണ്ണ മേലെ വന്ന് ക്ലോസ്. എണ്ണ തെളിഞ്ഞു ക്ലോസ്. അപ്പൊ നാല് പോക്കോ ഫ്രൈ റെഡി. താങ്ക് യു. വെൽക്കം. ബൈ. എന്റെ ശ്രുതി ബൈ. താങ്ക് യു. വെൽക്കം. ബൈ മോനോ. ബൈ. അതെ, ദോശ തിന്നിട്ട് അമ്മമ്മോടെ എങ്ങനെയുണ്ടെന്ന് പറയാം. കളിക്കാൻ പോയില്ല നീ? അപ്പോ പോയാ? പിന്നെ ലാസി ആയിട്ട് കളിച്ചത്. ബൈ.
ആൻറ്റി പോയി കുറച്ച് നേരം കൂടി ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഞാൻ കുക്ക് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടോ ഇങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു കണ്ടോ. അടിയിലൊന്നും പിടിക്കത്തേ ഇല്ല കേട്ടോ. അതേപോലെ ഇങ്ങനെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. ആൻറ്റി പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഞാനൊരു 10 മിനിറ്റ് കൂടി വെച്ചിട്ടാണ് തീ ഓഫ് ചെയ്തത് കേട്ടോ. അതുപോലെ ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനൊരു വലിയ ബോട്ടിലേക്ക് മാറ്റി. പിന്നെ അന്നന്ന് എടുക്കാനുള്ളത് ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് പുറത്തും വെച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ കീപ്പ് ചെയ്തോളൂ. അപ്പോൾ പിന്നെ കേടാവുന്ന ഒട്ടും പേടിക്കേണ്ട. നമുക്ക് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കഴിക്കാൻ. ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബായ്.